ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു റീയൂസ് ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പഴയ ടയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മുടെ വീട്ടിലൊരു ടയറൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ വെറുതെ ഇങ്ങനെ തൊടിയിലിട്ടിട്ട് അതിൽ കൊതുകൊക്കെ പെരുകി അങ്ങനെ നശിച്ചു പോവുമായിരിക്കും ചെയ്യാം. അപ്പോൾ അതിന് നല്ല രീതിയിൽ റീയൂസ് ചെയ്താൽ നമുക്ക് നല്ല ഭംഗിയിൽ അതിന് നമ്മുടെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു റീയൂസ് ഐഡിയ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ടയറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഈ ഒരു റൗണ്ടിലുള്ള ഈ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു കത്തിയോ മറ്റെന്തെങ്കിലും ചെറിയ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് ഒഴിവാക്കിയാൽ മതി. ഇതിൻ്റെ ഉള്ളിലൊരു കമ്പി ഉണ്ടാവും, അപ്പോൾ നമുക്കത് ശരിയായ രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. ഇപ്പോൾ ആ റൗണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും റീയൂസ് ഐഡിയാസിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാം. ഇനി ഇതിൽ ബാക്കി വരുന്ന ഭാഗത്തൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിൻ്റെ പെറ്റലൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ത്രികോണാകൃതിയിലുള്ള ഷേപ്പിലാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഈസിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ പലതും പല അളവിലായിട്ട് മാറും. എങ്ങനെയാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ഒന്നും കൂടി ഈസിയാണ്, പെട്ടെന്ന് പണി തീരുകയും ചെയ്യും. നമ്മൾ സാധാരണ എഴുതാനൊക്കെ ഉപയോഗിക്കുന്ന പേന വെച്ചിട്ട് തന്നെ അങ്ങനെ മാർക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ആ ഒരു ത്രികോണാകൃതിയിൽ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ത്രികോണാകൃതിയിലുള്ള പീസുകളായിരിക്കും വേസ്റ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഷേപ്പിലാക്കിയിട്ട് കിട്ടും. അപ്പോൾ ടയർ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ബലം പ്രയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. എന്നാലും നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാനും പറ്റും. ഇപ്പോൾ ഈ ടയറിൻ്റെ ഒരു റൗണ്ടിലുള്ള ഏകദേശം എല്ലാ ഭാഗവും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒരു 1/4 ഭാഗത്തോളമൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവോളം ഈ ഒരു രീതിയിൽ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടയർ ഒന്ന് ഉള്ളം പുറമൊന്ന് മറിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കാലുകൊണ്ട് ചവിട്ടി പിടിച്ചിട്ട് മറിച്ചെടുത്താലും മതി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് മറിച്ചെടുത്താലും മതി. കുറച്ചൊരു ബലം പ്രയോഗിക്കേണ്ടി വരുന്നേ ഉള്ളൂ. അപ്പോൾ വലിയ ടയറൊക്കെ ആണെങ്കിൽ നമ്മൾ കാല് വെച്ചിട്ട് ഒന്ന് ചവിട്ടി പിടിച്ചിട്ട് മറിച്ചെടുക്കായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ആ പിക്ചറിലുള്ള ഫിഷ് ടാങ്കിൻ്റെ ആ ഒരു ടയറൊക്കെ വലുതായിരുന്നു. അതൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ മറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെടിച്ചട്ടിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് ചെടിച്ചട്ടിയായിട്ട് ഉപയോഗിക്കുന്നതാണിത്. ഇതിപ്പോൾ ഒരു കുറച്ച് കാലമായിട്ട് ഉണ്ടാക്കിയിട്ട്, പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ചളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെടിച്ചട്ടിയായിട്ട് ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ പണിയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ടയറിൻ്റെ അടിയിലുള്ള ഹോൾ അടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ACP ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ട് ആ ഷീറ്റിൻ്റെ മുകളിൽ ഈ ഒരു ടയർ വെച്ചിട്ട് നമ്മളൊന്ന് പെൻസിലോ പേനയോ ഉപയോഗിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ മാർക്ക് ചെയ്തതിൻ്റെ പുറത്തേക്ക് ഒരു സെൻറ്റിമീറ്ററോളൊക്കെ എക്സ്ട്രാ ഒന്ന് അളവെടുത്ത് വരച്ചിട്ട് വേണം. ആ ഒരു മാർക്കിലൂടെയാണ് പിന്നീട് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കറക്റ്റ് അളവിൽ ഇതൊന്ന് മുറിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫ്ലെക്സ് ക്വിക്കിൻ്റെ പശ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ടയറിൻ്റെ ഉൾവശത്തേക്കായിട്ടാണ് ഈ ഒരു ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം പശ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷീറ്റ് വെക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെയൊക്കെ വീണ്ടും ആ ഗം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെ പശയൊക്കെ തേച്ച് കഴിഞ്ഞിട്ടും പിന്നെ നമുക്കിതിൽ വെള്ളം ഒഴിച്ച് വെക്കാനുള്ളതാണ്. അപ്പോൾ തീരെ ലീക്കില്ലാത്ത രീതിയിൽ നമ്മളിത് മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻസി പൊട്ടിയുടെ ഒരു കൊട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ പിന്നെ വെള്ളം ലീക്കാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഹോളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ഹോളുണ്ടായാലും വെള്ളത്തിന് ലീക്ക് ഉണ്ടാവും. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു എൻസി പൊട്ടി നമ്മൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഹോളൊക്കെ അടച്ചു കൊടുക്കണം. പിന്നെ അതിൽ ബാക്കി വരുന്ന ഭാഗങ്ങളുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ച് നിൽക്കുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല നീറ്റായിട്ട് ഒന്ന് ചിരണ്ടി എടുത്താലും മതി. ഇത്രയും കൂടെ ആകുമ്പോൾ ഈ ഒരു ഫിഷ് ടാങ്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് 2 ദിവസം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം പിന്നെ ഒരു 5-6 ദിവസം ഇങ്ങനെ വെള്ളം മാറ്റിയും ഒഴിച്ചൊക്കെ നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പെയിൻറ്റിൻ്റെ എഫക്റ്റ് കൊണ്ട് മീനുകൾക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം മാറ്റി വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഒരു വലിയ ടയർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അതിന് പെയിൻ്റൊക്കെ ചെയ്ത് അതിൽ മീനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊരു ഔട്ട്ഡോർ അറേഞ്ച്മെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇൻഡോർ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ ടയറൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. വീടിൻ്റെ അകത്തൊക്കെ വെച്ചാൽ നല്ല രസമുണ്ടാവും കാണാൻ. പിന്നെ നമ്മളിങ്ങനെ വെറുതെ കളയുന്നതിനോട് നല്ല ഇങ്ങനെ എന്തെങ്കിലും റീയൂസ് ഐഡിയാസൊക്കെ ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ കുറച്ച് കല്ലും സിമെൻറ്റൊക്കെ വെച്ചിട്ട് ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതിങ്ങനെ മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. ഇതാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ചിലവുകളൊന്നുമില്ല. ഈ ഒരു പെയിൻറ്റ് അടിക്കുക എന്നുണ്ടെങ്കിൽ പെയിൻറ്റിൻ്റെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇനി വെറുതെ ടയറൊക്കെ വീട്ടിൽ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ എടുത്തൊന്ന് ഇതുപോലെ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഈ ഒരു ഫിഷ് ടാങ്ക് ഇതുപോലെയുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ മഴ പെയ്താലൊന്നും നമുക്ക് ചെളിയൊന്നും തെറിക്കാതിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉയരത്തിലാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും പറയുകയാണ്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം. ഒപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ആക്കണം. അപ്പോൾ വീണ്ടും ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.